പ്രിയ സുഹൃത്തുക്കളെ, വയനാട് ചുരത്തിലെ 9ാം വളവിൽ മണ്ണിടിഞ്ഞ് പാറകൾ ഉരുണ്ടു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഓണമടുത്ത സാഹചര്യത്തിൽ വയനാട്ടിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും വയനാട്ടിലേക്കും എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ സ്ഥിതി വളരെ കഷ്ടത്തിലായിരിക്കുകയാണ്. ആൾട്ടർനേറ്റീവായി പറയുന്ന കുറ്റ്യാടി ചുരത്തിലും മണ്ണിടിയുകയുണ്ടായി. വയനാട്ടിലെ ലക്കിടി മുതൽ വൈത്തിരി വരെയുള്ള മേഖലകളിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർബാധം ഉയരുകയാണ്. ഇവ ആ പ്രദേശത്തിന്റെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ചുരത്തിലൂടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ, ചരക്ക് ലോറികൾ ധാരാളമായി കടന്നുപോകുന്നത് ചുരത്തിന് ഭീഷണിയാണ് എന്ന് ഈ വിഷയങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ള സമിതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 9ാം വളവിൽ 80 അടി ഉയരത്തിലുള്ള പാറകളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ നീർച്ചാലുകൾ ഒഴുകാൻ തുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ സമിതി പറയുന്നത് ഇരുമ്പ് കവചത്തിൽ കല്ലുകൾ കെട്ടി ഗാബിയോൺ മാതൃകയിൽ പ്രതിരോധ ഭിത്തി നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ചുരത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമാവുകയുള്ളൂ. വയനാട് ചുരം യാത്രാ നിരോധനം വരുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വയനാട്ടിലേക്ക് പോകാനും വരാനും വഴി അടയുകയാണ്. ദേശീയപാത അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതിന് ബദലായി ആനക്കാംപൊയിൽ നിന്ന് മേപ്പാടി എത്തുന്ന തുരങ്കപാതയുടെ ഉദ്ഘാടനം ഇന്ന് കേരള മുഖ്യമന്ത്രി മലയോര ജനതയുടെ സ്വപ്ന പദ്ധതിക്ക് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള പുതിയ സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുക്കിയാൽ മാത്രമേ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. വയനാട് ചുരത്തിലെ മണ്ണ് നീക്കലും പാറക്കല്ലുകൾ നീക്കലും ഉടനടി പൂർത്തിയായി സുരക്ഷയോടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം അധികൃതർ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അത് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന ആശംസകളോടെ ഓണം പടിവാതിക്കൽ വന്നു നിൽക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഓണാശംസകളോടെ മാത്യു ശ്രീ.